പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ ശബരിമല വനമേഖല കേരളത്തിലെ തന്ത്രപ്രധാനമായ ഭൂപ്രദേശമാണ്. ഈ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഒരു വർഷത്തോളമായി മോഷണം നടക്കുന്നത്. കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ്, ആങ്ങാമൊഴി എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഭക്ഷ്യവസ്തുക്കളും വീട്ടിലെ ആയുധങ്ങളുമാണ് പ്രധാനമായും കവർച്ച പോകുന്നത്. പകൽ സമയത്താണ് മോഷണം. ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നത്. ആയുധധാരികളായ അജ്ഞാത സംഘത്തെ ഭയന്നാണ് ഈ നാട്ടുകാരുടെ ജീവിതം. ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. രാവിലെ ഭാര്യ മലയാളപ്പുഴ ഞങ്ങളുടെ ചേട്ടത്തിൽ വീട്ടിൽ പോയി ഒരു 8:30 ബസ്സിന് പോയി. ഞാൻ 9:30 അപ്പുറത്തെ ഗുരുനാമൻ ജംഗ്ഷനിൽ ചായക്കടലിൽ പോയി. പോയിട്ട് എന്നും എല്ലാ ദിവസവും പോകുന്ന പോയിട്ട് ഒരു 11 മണി ഞാൻ തിരിച്ച് വന്നപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ കഥകൾ പൂട്ടി വെച്ചപ്പോൾ കഥവ് തുറന്ന് അകത്ത് കയറുമ്പോൾ എൻ്റെ അടുക്കളവാതെല്ലാം തുറന്ന് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു ജനൽ വെട്ടിപ്പൊട്ടിച്ചിട്ട് അത് തടി ഇടായിരുന്നു. അത് വെട്ടിപ്പൊട്ടിച്ചിട്ട് അകത്തൊരു അലമാരി തള്ളി നീക്കിയിട്ട് അവിടെ ഇറങ്ങി ടൈപ്പേശിക്കകത്ത് 10,000 രൂപ എടുത്ത് ആ അടുക്കളയ്ക്കകത്തുണ്ട് നമ്മുടെ വീട്ടിൽ വീടുന്ന അരി സാധനങ്ങൾ, സർവ്വ സാധനങ്ങളും എടുത്ത് 3 വെട്ടുകത്തി എല്ലാം എടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേലത്തെ ഒരു 100 മീറ്റർ മേലോട്ട് കയറി വനമാണ്. വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയേക്കുന്നത് നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു. കാടിനുള്ളിലെ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസും വനംവകുപ്പിലും വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറയുന്നു. പഞ്ചായത്ത് ഇപ്പം ഏത് രീതിയിൽ ഇടപെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുമാണ് ആദ്യമേ വരേണ്ടത്. പോലീസും ഫോറസ്റ്റും ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ പഞ്ചായത്ത് ഇതിനകത്ത് 100% ഇടപെടുമെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു സംഘം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് അച്ചൻകോവിൽ വഴി വനമേഖലയിലേക്ക് കടന്നുകയറിയ വന്യമൃഗ വേട്ടക്കാരാണിവരെന്നും വനംവകുപ്പിന് സംശയമുണ്ട്. പോലീസും വനംവകുപ്പും ചേർന്ന് കാടിനുള്ളിൽ തിരച്ചിൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.